സംസ്ഥാനത്തെ മണ്ണ് മാഫിയയെയും അവർക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരെയും പൂട്ടാൻ ഓപ്പറേഷൻ എർത്ത് ഗാർഡ് എന്ന പേരിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന അഴിമതി. മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും 14 ഉദ്യോഗസ്ഥർ കൈക്കൂലി ഇനത്തിൽ 4,69,800 രൂപയാണ് കൈപ്പറ്റിയത്. തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, കണ്ണൂർ ജില്ലകളിൽ വൻ ക്രമക്കേടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. കേരളത്തിന്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ തകിടം മറച്ച് നടക്കുന്ന അനധികൃത മണ്ണ് ഖനനത്തിന് കടിഞ്ഞാണിടാനാണ് വിജിലൻസ് ഓപ്പറേഷൻ എർത്ത് ഗാർഡ് പ്രഖ്യാപിച്ചത്. വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാമിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം തിങ്കളാഴ്ച സംസ്ഥാനത്തെ 72 കേന്ദ്രങ്ങളിൽ മിന്നൽ പരിശോധന നടന്നു. പഴയതുപോലെ ഒളിച്ചും പാത്തുമല്ല ഗൂഗിൾ പേ, പേടിഎം തുടങ്ങിയ UPI ആപ്പുകൾ വഴിയാണ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിക്കൂട്ടിയത്. 14 ഉദ്യോഗസ്ഥരുടെ അക്കൗണ്ടിൽ മാത്രം 4,69,800 രൂപയാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത്. ഇതിൽ പാലക്കാട് ജില്ലാ ജിയോളജിസ്റ്റ് മാത്രം ഗൂഗിൾ പേ വഴി കൈപ്പറ്റിയത് 1,55,500 രൂപ. കൊല്ലം മിനറൽ റവന്യൂ ഇൻസ്പെക്ടർ 1,09,400 രൂപയും നെല്ലിക്കുഴി പഞ്ചായത്ത് സെക്രട്ടറി 19,500 രൂപയും പോക്കറ്റിലാക്കി. കെട്ടിട നിർമ്മാണത്തിനെന്ന പേരിൽ പെർമിറ്റ് വാങ്ങി കുന്നിടിച്ച് മണ്ണ് കടത്തുന്നതാണ് മാഫിയയുടെ പ്രധാന രീതി. വീട് നിർമ്മാണത്തിന് അനുമതി ലഭിച്ച് 1 വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണം തുടങ്ങാതെ പെർമിറ്റിന്റെ മറവിൽ വ്യാപകമായി മണ്ണ് കടത്തുന്നതായി വിജിലൻസിന്റെ നേരിട്ടുള്ള പരിശോധനയിൽ കണ്ടെത്തി. വീട് വെക്കാനെന്ന വ്യാജേനെ മലകളും കുന്നുകളും ഇടിച്ചു നിരത്തി വസ്തു പ്ലോട്ടുകളാക്കി മാറ്റുന്ന സംഘങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വലിയ ലാഭവിഹിതം കൈപ്പറ്റി. ഉദ്യോഗസ്ഥരും മാഫിയയും കൈകോർത്തതോടെ സർക്കാരിന് ലഭിക്കേണ്ട കോടികളാണ് ഖജനാവിന് നഷ്ടമായത്. തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, കണ്ണൂർ ജില്ലകളിലാണ് വലിയ ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അഴിമതി നടത്തുന്ന ഉദ്യോഗസ്ഥരെ വെറുതെ വിടില്ലെന്ന കർശന നിലപാടിലാണ് വിജിലൻസ്. അനധികൃതമായി കടത്തിയ മണ്ണിന്റെ അളവനുസരിച്ച് യഥാർത്ഥ റോയൽറ്റിയുടെ 5 ഇരട്ടി തുക പിഴയായി ഈടാക്കാൻ വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഫീൽഡ് വെരിഫിക്കേഷൻ തുടരും. മണ്ണ് മാഫിയയുമായി അവിശുദ്ധ ബന്ധമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകുമെന്ന് വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം മാധ്യമങ്ങളെ അറിയിച്ചു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.